إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 55-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. മിൻഹാ ഖലഖ്നാകും, അതിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളെന്ന് വിശദീകരിച്ചു. ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി, അങ്ങനെ ആ ഭൂമിയിൽ വെള്ളം ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കുമുള്ള ഭക്ഷണം സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞ തുടർച്ചയായി ആ ഭൂമിയിൽ നിന്നും തന്നെ അല്ലെങ്കിൽ മണ്ണിൽ നിന്നും തന്നെയാണ് ഖലഖ്നാകും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വഫീഹാ നുഈദുകും, ആ ഭൂമിയിലേക്ക് തന്നെ അല്ലെങ്കിൽ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നതാണ്. വമിൻഹാ നുഖ്രിജുകും, വമിൻഹാ നുഖ്രിജുകും, ആ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ മണ്ണിൽ നിന്നും നുഖ്രിജുകും നാം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. താറത്തൻ ഉഖ്റ, മറ്റൊരു സമയം, മറ്റൊരു പ്രാവശ്യം അല്ലെങ്കിൽ മറ്റൊരു തവണ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യനെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കുകയും മണ്ണിലേക്ക് തന്നെ മടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യനെ കബറടക്കം ചെയ്യുന്നു. വനുഖ്രിജുകും താറത്തൻ ഉഖ്റ, ആ മണ്ണിൽ നിന്നും മണ്ണിന്റെ അടിയിൽ നിന്നും മനുഷ്യനെ ഖിയാമത്ത് അല്ലാഹു തആല മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അവരൊക്കെ ധൃതി പിടിച്ചുകൊണ്ട് ആ മണ്ണ് തട്ടിക്കൊടഞ്ഞുകൊണ്ട് ആ മണ്ണിൽ നിന്നും കബറിടത്തിൽ നിന്നും പുറത്തേക്ക് വരും എന്നൊക്കെ പല ആയത്തുകളും അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂചനകൾ. നിങ്ങൾ നോക്കൂ, അങ്ങനെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് മണ്ണിലേക്ക് തന്നെ മടക്കപ്പെട്ട് ആ മണ്ണിൽ നിന്നു തന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. ഇത് ചിന്തിച്ചും മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇഹ പരലോക വിജയമാണ് നാം ലക്ഷ്യം വെക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സൂചന. മനുഷ്യന്റെ നിസ്സാരത ബോധ്യപ്പെടുത്താനും ഈ ആയത്ത് ഉപകരിക്കും. അവന് അഹങ്കരിക്കാനോ അഹംഭാവം നടിക്കാനോ യാതൊരു അവകാശവും ഇല്ല. മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്നവന് എന്ത് അഹങ്കാരത്തിന് അവകാശമുണ്ട് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇത്രയും ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.